ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടിയെക്കുറിച്ച് IG ഗീതാ പ്രഭാകർ പറഞ്ഞതുപോലെയാണ് മലയാളികൾ ഇന്ന് മറിയക്കുട്ടി എന്ന അടിമാലിക്കാരിയായ വയോധികയെക്കുറിച്ച് പറയുന്നത്. വെറുമൊരു 4ാം ക്ലാസ്സുകാരിയുടെ ബുദ്ധിയല്ല അവർക്ക്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരായ ഭിക്ഷയെടുക്കൽ സമരം മുതൽ ലൈംലൈറ്റിൽ കത്തി നിൽക്കുന്ന മറിയക്കുട്ടി ഇന്ന് കേരളത്തിലെ ഏറ്റവും സംഘടനാ ശക്തിയുള്ള പാർട്ടിയായ CPIM-ന്റെ പ്രധാന വിമർശകരിൽ ഒരാളായി വേദികളിൽ നിറയുകയാണ്. മറിയക്കുട്ടിയുടെ ഭാഷയോ CPIM സൈബർ പോരാളികൾക്ക് പോലും കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകുന്ന വിധത്തിലും ട്രോളിന്റെയും സർക്കാസത്തിന്റെയും ന്യൂജൻ ഭാഷയാണ് ഈ 87കാരിക്കുള്ളത്. അവരുടെ കാച്ചിക്കുറുക്കിയ പ്രസംഗത്തിൽ മുഴുവനുമുള്ളതോ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളും. കൂണുപോലെ മുളയ്ക്കുന്ന അരാഷ്ട്രീയവാദി ഹീറോകളുടെ ഏറ്റവും പുതിയ രൂപമാണ് മറിയക്കുട്ടിയെന്നും രാഷ്ട്രീയ സംവാദങ്ങൾ ക്ഷയിക്കുന്ന അപജയത്തിന്റെ സ്പേസിലാണ് മറിയക്കുട്ടി വിരാജിക്കുന്നതെന്നും വിമർശനവുമുണ്ട്. CPIM അല്ലാതെ ഏത് പാർട്ടി വിളിച്ചാലും പോകുമെന്ന് മറിയക്കുട്ടി പറയുക കൂടി ചെയ്യുന്നതോടെ സോഷ്യൽ മീഡിയയ്ക്കും 2 ദിവസമായി അറിയേണ്ടതൊന്നേയുള്ളൂ: മറിയക്കുട്ടി BJPയോ കോൺഗ്രസോ. മറിയക്കുട്ടിയെ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഡബിള എന്നതാണ് വിഷയം. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ മോർച്ച വേദിയിൽ BJPക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയും കേക്ക് മുറിക്കുകയും CPIM-നെതിരെ പറയുകയും ചെയ്ത മറിയക്കുട്ടിയെ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി മോദിയാണ് തങ്ങളെപ്പോലുള്ളവർക്ക് അരി തരുന്നതെന്നും തൃശൂരിൽ BJP ജയിച്ചാൽ നാട് നന്നാകുമെന്നുമാണ് മറിയക്കുട്ടി BJP വേദിയിൽ പറഞ്ഞത്. കേരളത്തിൽ BJP അധികാരത്തിൽ വരണോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കും. മറിയക്കുട്ടിയുടെ വീട്ടിലെത്തിയ കോൺഗ്രസ് നേതാക്കളെയും അവർ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത്. തന്റെ വീട്ടിലെത്തിയ രമേശ് ചെന്നിത്തലയെ ചുംബിക്കുന്ന മറിയക്കുട്ടിയുടെ ചിത്രം വലിയ വൈറലായിരുന്നു. മറിയക്കുട്ടിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് മാത്യു കുഴൽനാടൻ MLA ആയിരുന്നു. ആ പിണറായിയെ ഒന്ന് ഇറക്കിത്തരണമെന്നാണ് BJP നേതാവ് സുരേഷ് ഗോപിയോട് മറിയക്കുട്ടി പറഞ്ഞിരുന്നത്. മറിയക്കുട്ടിക്ക് വീട് വെച്ച് നൽകുമെന്നായിരുന്നു KPCC പ്രസിഡന്റ് K സുധാകരന്റെ പ്രസ്താവന. കോൺഗ്രസ് ഷോൾ പുതച്ച് ഞാൻ പണ്ടേ കോൺഗ്രസ് ആണെന്ന് മറിയക്കുട്ടി പറഞ്ഞത് ചർച്ചയായിരുന്നു. എന്നാൽ ഇന്നലെ മറിയക്കുട്ടി കൈ ഉറക്കെ അടിച്ചുകൊണ്ട് 24നോട് പറഞ്ഞത് കേരളത്തിൽ BJP അധികാരത്തിൽ വരണം 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 എന്നായിരുന്നു. ഇതെന്ത് കളി? മറിയക്കുട്ടി അപ്പോൾ ശരിക്കും കോൺഗ്രസ് ആണോ BJP ആണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. എന്താ കോൺഗ്രസിന്റെ വിധി? അവർ ചിലരെ പരിചയപ്പെടുത്തുമെങ്കിലും സംഘപരിവാറുകാർ അവരെ ചൂണ്ടുമെന്നായിരുന്നു ഗീതു എന്ന പ്രൊഫൈലിന്റെ പരിഹാസം. സംഘപരിവാറിൽ യോഗ്യന്മാരുണ്ടെന്നും അങ്ങനെയുള്ളവരെ എന്തിനെതിർക്കണമെന്നും പറഞ്ഞ K സുധാകരനുമായി മറിയക്കുട്ടിയെ താരതമ്യം ചെയ്യുന്നു സാം ലിജി പീറ്റർ. മറിയക്കുട്ടിയാകും ഇനി പുതിയ BJP ഉപാധ്യക്ഷനെന്ന് ഷഹാന കല്ലടിയുടെ പരിഹാസം. മറിയക്കുട്ടിയുടെ ആട്ടുംകുട്ടി, കോൺഗ്രസുകാരുടെ തേപ്പ് പെട്ടി, BJPയുടെ സോപ്പ് പെട്ടി എന്ന പരിഹാസവും ചില CPIM ഗ്രൂപ്പുകളിൽ കറങ്ങി നടക്കുന്നു. തന്റെ വിയോജിപ്പ് CPIM-നോടാണെന്നും അവരൊഴികെ ആര് വിളിച്ചാലും പോകുമെന്നുമാണ് പരിഹാസങ്ങളോട് പതിവ് ശൈലിയിൽ മറിയക്കുട്ടിയുടെ മറുപടി. പിണറായിയെ താഴെയിറക്കാൻ മറ്റു പാർട്ടികൾ ഒന്നിക്കണമെന്നാണ് മറിയക്കുട്ടിയുടെ താല്പര്യമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. B. പാർവതി, 24news.com.